നമസ്കാരം. ഇന്ന് നമ്മുടെ അടുത്ത് വിരിഞ്ഞിട്ടുള്ള കൊളംബിയൻ ബ്രഹ്മയുടെ കുഞ്ഞുങ്ങളാണ്. ഇൻക്യുബേറ്ററിലാണ് നമ്മൾ സാധാരണ മുട്ടകളൊക്കെ വിരിയിപ്പിക്കുന്നത്. പാരൻസിൻ്റെ അടുത്ത് കൊടുത്തിട്ട് വിരിയിപ്പിക്കൽ കുറവാണ്. അപ്പോൾ ഇത് നമുക്ക് കഴിഞ്ഞ 2 ദിവസം മുമ്പ് വിരിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ 2 സാമ്പിളിന് വേണ്ടിയിട്ട് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. കൊളംബിയൻ ബ്രഹ്മ നല്ല മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള കുട്ടികളാണ്. എന്താണെങ്കിലും ഇതൊരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറാണ്. ഇത് ഒന്ന് പ്യൂർ വൈറ്റ് ആണ്. കുറേ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇതിന് കുഞ്ഞുങ്ങൾക്ക് നല്ല, അതായത് ബ്രഹ്മൻ്റെ കുഞ്ഞുങ്ങളുടെ കാലിലൊക്കെ നല്ല ഫെദറും ഒക്കെ വരുന്ന കുഞ്ഞുങ്ങളാണ്. പൊതുവെ ഈ ബ്രഹ്മയുടെ കുഞ്ഞുങ്ങൾ കാലിലൊക്കെ നല്ല ബൂട്ടുണ്ടായിട്ട് നല്ല ഭംഗിയുള്ള കുഞ്ഞുങ്ങളാണ്. പക്ഷേ ഇവരുടെ കൂട്ടത്തിൽ, ഇവരുടെ ഒപ്പം തന്നെ ഒരു കുഞ്ഞും കൂടെ, ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു മുട്ട ഇതിൻ്റെ സമയത്ത് വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാ മുട്ടകളും വിരിഞ്ഞെങ്കിലും ഒരു മുട്ട വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ജസ്റ്റ് അത് ലൈറ്റിൽ കൊടുത്ത സമയത്ത്, ലൈറ്റിൽ വെച്ച് നോക്കുന്ന സമയത്ത് അതിൽ ജീവനുണ്ട്, എംബ്രിയോ ഉണ്ട്, കുട്ടികളുണ്ട് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അതിൻ്റെ ചുണ്ടിൻ്റെ ആ ഭാഗത്ത് കൃത്യമായിട്ട് നമ്മൾ ഹോളിട്ട് കൊടുത്തു. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ചുണ്ട് ഒരു ട്വിസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ അടിച്ചുണ്ട് മാത്രമേ കറക്റ്റായിട്ടുള്ളൂ. മറ്റേ ചുണ്ട് അതിൽ ട്വിസ്റ്റായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് പൊളിച്ച് പുറത്ത് വരിക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമായിട്ട് നമുക്ക് അപ്പോൾ തന്നെ അത് മനസ്സിലായി. അങ്ങനെ എന്താണെങ്കിലും എല്ലാ മുട്ടയും വിരിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ഈ ഒരു മുട്ടയും കൂടെ നമ്മൾ പൊളിച്ചു കൊടുത്തു, മുഴുവനായിട്ട് പൊളിച്ചു. കാരണം സമയമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പാകുന്ന സാഹചര്യത്തിലാണ് പൊളിക്കുന്നത് കേട്ടോ. അല്ലാത്ത സാഹചര്യത്തിൽ ഒരിക്കലും തന്നെ നമ്മൾ മുട്ടകൾ പൊളിക്കാറില്ല. അങ്ങനെ നമ്മളത് പൊളിച്ച് കഴിഞ്ഞ് ഈ കുഞ്ഞിതാ ഇതുപോലെ നമുക്ക് കിട്ടി. പക്ഷേ ഇതിൻ്റെ ഒരു ചുണ്ട്, മുകളിലുള്ള ചുണ്ട് ട്വിസ്റ്റായിട്ടാണ് കിടക്കുന്നത്. അപ്പം ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസം ഉള്ള ഒരു സാഹചര്യത്തിലാണുള്ളത്. അതുപോലെ തന്നെ പക്ഷേ ഇതിന് അതിൻ്റെ നാവ് കാര്യങ്ങളൊക്കെ അതിലുണ്ട്, നാവ് ഒക്കെ ഉണ്ട്. കുഞ്ഞിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ ഭക്ഷണം കൊത്തി കഴിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു പ്രയാസമാവുമെന്ന് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പക്ഷേ ഇതിൻ്റെ മറ്റൊരു പ്രശ്നം വന്നിരിക്കുന്നത്, ഇതിന് കണ്ണില്ല എന്നുള്ള ഒരു വിഷയം വലിയ ഗൗരവത്തോടു കൂടിയിട്ടാണ് അത് ഉള്ളത്. അതിലിപ്പോൾ നമ്മളിതായി കുഞ്ഞിൽ കാണുന്ന ഇത് ആ കണ്ണിൻ്റെ സ്ഥലത്ത് ഒന്നുമില്ല. പകരം നമ്മൾ ആ കാണുന്നത് അത് ചെവിയാണ്. ചെവിയുടെ ഹോള് കറക്റ്റായിട്ടുണ്ട്. പക്ഷേ കണ്ണ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു പ്രത്യേകത. അത് ഒരു സൈഡിൽ മാത്രമല്ല, 2 സൈഡിലും അതിൻ്റെ കണ്ണ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളതിനെ ഭക്ഷണം കൊടുത്ത് വളർത്തി, അത് ഇപ്പോൾ ഈ കാണുന്നത് അത് ചെവിയാണ് കേട്ടോ. അവിടെ ഹോള് കാണുന്നത് ചെവിയാണ്. ഇനിയിപ്പോൾ അതിനെ നമ്മൾ ഭക്ഷണം കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ തന്നെയും അത് എത്ര കാലം ജീവിക്കും എന്നുള്ളത് അറിയില്ല. ഒന്നാമത് ഇതിൻ്റെ കാല് കുഴഞ്ഞു പോയി കിടക്കുന്നത് കൊണ്ട് തന്നെ ഇത് നിലത്ത് നിൽക്കുന്നില്ല, നടക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കണ്ണുമില്ല, ചുണ്ടാണെങ്കിൽ ഇങ്ങനെ ട്വിസ്റ്റായിട്ട് കിടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സാഹചര്യത്തിലാണുള്ളത്. എന്താണെങ്കിലും നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ, ഒരു മിണ്ടാപ്രാണിയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതോട് കൂടിയിട്ട് നമ്മൾ അതിനെ മാക്സിമം കെയർ ചെയ്ത് നോക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. കുട്ടി വേറെ കുഴപ്പങ്ങളൊന്നും വിഷ്വലി കാണാനില്ല കേട്ടോ, നല്ല രീതി തന്നെ. പക്ഷേ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ സാധാരണ വരുന്നത് ഇൻബ്രീഡിങ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അതായത് ഇൻബ്രീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പേരൻസിൻ്റെ കുട്ടികൾ തമ്മിൽ ക്രോസ് ചെയ്യിച്ച് കഴിഞ്ഞാൽ സാധാരണ ഇങ്ങനെ ഉണ്ടാവുമെന്ന് പറയാറുണ്ട്. പക്ഷേ ഈ ഒരു പേരൻസിൻ്റെ കേസിൽ അങ്ങനെ ഒരു സംഭവമില്ല. ഒരിക്കലും തന്നെ ഇൻബ്രീഡിങ് നടക്കാനുള്ള ഒരു ചാൻസും ഇല്ല. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻസിൻ്റെ അഭാവം മൂലം സംഭവിക്കാം എന്ന് പറയാറുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും ഇതിലും അങ്ങനെ ഒരു സാഹചര്യവുമില്ല. കാരണം ഏകദേശം നമ്മൾ ഒരു 35 മുട്ട ഈ ഒരു പാരൻസിൻ്റെ വെച്ചതിൽ നിന്ന് ഈ ഒരു കുഞ്ഞ് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഇതൊരിക്കലും തന്നെ ലാസ്റ്റിലെ മുട്ടയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലാണ്. അപ്പോൾ പിന്നെ ആ ഒരു സാഹചര്യവും നമുക്ക് പറയാൻ കഴിയില്ല.
പിന്നെ ഇനിയിപ്പോൾ ഇൻക്യുബേഷൻ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി ഏതെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരണം സാധാരണ. പക്ഷേ അതും ഈ ഒരു കേസിൽ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ എന്താണ് എന്നുള്ളത് നമുക്ക് എന്താണെങ്കിലും നമ്മുടെ ഈ ഒരു ബ്രീഡിങ്ങിൻ്റെ കേസിൽ ആദ്യത്തെ അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഇട്ടതും. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു കുഞ്ഞ് ദീർഘനാൾ ആരോഗ്യത്തോടു കൂടെ ജീവിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഒപ്പം അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ നമുക്ക് കമൻസായിട്ട് അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ